ഡൽഹിയിൽ മൂടൽമഞ്ഞ് പ്രതിസന്ധി തുടരുകയാണ്. മൂടൽമഞ്ഞ് റെയിൽ വ്യോമഗതാഗതത്തെ ബാധിച്ചിട്ടുണ്ട്. 125 വിമാന സർവീസുകൾ റദ്ദ് ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോയി. 25 ട്രെയിനുകൾ വൈകി ഓടുന്നു. അർജുൻ പീതാംബരൻ വിവരങ്ങൾ നൽകും. അർജുൻ, എങ്ങനെയാണ് റെയിൽ വ്യോമഗതാഗതത്തെ ബാധിച്ചിരിക്കുന്നത്? എങ്ങനെയാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്? ഇപ്പോൾ വിമാനയാത്രയൊക്കെ തടസ്സം വിടുക എന്ന് പറഞ്ഞാൽ യാത്രക്കാർ വല്ലാത്ത പ്രശ്നത്തിലായല്ലേ? തീർച്ചയായിട്ടും ദിവിഷ, ഇത് ഈ ഡിസംബർ ജനുവരി മാസങ്ങളിൽ എല്ലാ വർഷവും ഡൽഹി പ്രത്യേകിച്ചും ഈ നഗരവാസികൾ അനുഭവിക്കാറുള്ള പ്രശ്നം തന്നെയാണ്. അത് പറ്റുന്നത്ര ഭേദമായി തന്നെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും എല്ലാവരും കൈക്കൊണ്ടിട്ടുണ്ട്. നിലവിൽ ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ അതേ സമാനമായിട്ടുള്ള സാഹചര്യം തന്നെയാണ്. 125 വിമാനങ്ങൾ ബാധിക്കപ്പെട്ടിരിക്കുന്നു, വൈകി ഓടുന്നു. അതിൽ അന്താരാഷ്ട്ര സർവീസുകളുമുണ്ട്. 25 ട്രെയിനുകളെ കൂടിയാണ് ഇത് കാര്യമായി തന്നെ സാരമായി തന്നെ ബാധിച്ചിരിക്കുന്നത്. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അന്തരീക്ഷത്തിൽ കാര്യമായിട്ടൊരു മാറ്റം തന്നെയുണ്ട്. മൂടൽമഞ്ഞ് ഒരല്പം കുറഞ്ഞിട്ടുണ്ട്. വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. പക്ഷേ രാവിലെ ഒരു 9 മണി വരെയും അതുപോലെ തന്നെ വൈകിട്ട് 5 മണിക്ക് ശേഷമാണ് ഈ മൂടൽമഞ്ഞിൻ്റെ പ്രതിസന്ധി എന്ന് പറയുന്നത് വളരെ രൂക്ഷമായിട്ട് അനുഭവപ്പെടുന്നത്. പ്രത്യേകിച്ചും ഇന്നലെ എല്ലാം തന്നെ 50 മീറ്റർ മാത്രമായിരുന്നു വിസിബിലിറ്റി ഉണ്ടായിരുന്നത്. അതേ സമാന സാഹചര്യം തന്നെയാണ് ഇന്നും ഉള്ളത്. അതായത് തീരെ റോഡുകളും ഒന്നും തന്നെ കാണാൻ പറ്റാത്തൊരവസ്ഥ. പ്രത്യേകിച്ചും ഈ റോഡുകളിലെല്ലാം തന്നെ ഗതാഗതം പ്രശ്നമുണ്ടാകുന്നു. ആക്സിഡൻറ്റുകൾ പ്രത്യേകിച്ചും ഈ എക്സ്പ്രസ് വേയിലെല്ലാം തന്നെ ആക്സിഡൻറ്റുകൾ കൂടുതൽ സംഭവിക്കുന്ന ഒരു അവസ്ഥ ഇന്നും സമാനമായിട്ടുള്ള സാഹചര്യമുണ്ട്. ജനുവരി 1 or 2 വരെ തന്നെ ഇതേ രീതിയിൽ തന്നെ സാഹചര്യം ഈ പ്രശ്നം രൂക്ഷമായി തന്നെ തുടരും എന്നുള്ള കാര്യം കൂടെ കാലാവസ്ഥാ വ്യതിയാന കേന്ദ്രം കൂടി അറിയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ ശീതതരംഗം കാര്യമായി തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഡൽഹിയിലേക്ക് എത്തുന്നുണ്ട്. തണുത്ത കാറ്റെത്തുന്നുണ്ട്. അതൊക്കെ കൊണ്ട് തന്നെ ഈ ദേശീയ ക്യാപിറ്റൽ NCR മേഖല പൂർണ്ണമായിട്ടും ഒരു പുതപ്പ് അണിഞ്ഞ രീതിയിലാണ് ഇപ്പോൾ ഉള്ളത്. അതിൻ്റെ ഏറ്റവും രൂക്ഷമായിട്ടൊരു ഘട്ടം എന്ന് പറയുന്നത് രാവിലെ 9 മണി വരെയും അതുപോലെ തന്നെ വൈകിട്ട് 5 മണി മുതൽ രാത്രി വരെയുമായിരിക്കും. ശരി, അർജുൻ പീതാംബരനാണ്.